ജമന്തി ജമന്തി ഇറങ്ങി. എന്തോ നാടാ കിടന്ന് വിളിച്ചു പോകുന്ന രാവിലെ. അവളകത്ത് ജോലി ചെയ്യുന്നു. എന്റെ ഹെൽമെറ്റും സ്കൂൾ ഡ്രൈവറും എടുക്കാൻ പറയാം. എവിടെ അവനെ നിനക്ക് അങ്ങോട്ട് എടുത്തൂടെ? കുരുണ്ടാ അത് അവിടെ മേടിച്ചില്ല, അവർക്ക് വിഷമാണ്. അതുകൊണ്ടല്ലേ. ശരി പോയിട്ട് ക്ലാസ്സിൽ അങ്ങ് നേരിട്ട് ഓഫീസിലേക്ക് വരാൻ പറഞ്ഞു. പോവാണോ നീ? വന്നേ ഒരു കാര്യം ചെയ്യോ? പൈസ അല്ല ഇത് കളഞ്ഞില്ലേ അമ്മ? ഇത് അച്ഛൻ കൊടുത്തിട്ട് റെഡി അല്ലേ? കളയണ എങ്ങനെ? എന്റെ അച്ഛനെ കളയാൻ പറ്റുമോ? എനിക്ക് കളയാൻ പറഞ്ഞേ. പഴയതായാലും അവിടെ ഇരുന്നോട്ട്. ശരിയാക്കി താടാ. അല്ല അത് ക്ലീറ്റസ് ശരിയാക്കാന്ന് പറഞ്ഞതാണ്. ശരിയാക്കിയില്ലേ ഇതുവരെ? അതിനേപ്പിച്ച് എന്ത് നടക്കാനാ? ഒന്ന് നടക്കുവോ? കൊണ്ടുപോയിന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നില്ല കടയെ കൊണ്ട് കാണിച്ചെന്ന്. നാത്തൂന് അതിന് ഏട്ടൻ പഠിച്ചത് ഇലക്ട്രിക്കൽ അല്ലേ, ഇലക്ട്രോണിക്സ് അല്ലല്ലോ. രണ്ടായാലും കറണ്ട് തന്നെയല്ല. അതൊന്ന് ശരിയാക്കി കൊടുക്കും. അതിന് നല്ലൊരു ഒച്ച മാത്രമേ കേൾക്കണു. നീ പോയപ്പോ തിരിച്ചു വിളിച്ചായിരിക്കും. അച്ഛൻ ഇവിടുന്ന് വിളിക്കുന്നതായിരിക്കും. ഇവന് ഇച്ചിരി പുച്ചിക്കലും കൂടുതലാണ്. 100 രൂപ കൊടുത്താ നല്ല അടിപൊളി റേഡിയോ കിട്ടും. 100 രൂപ കൊടുത്ത അച്ഛനെ കിട്ടൂടാ? അങ്ങനെ അപ്പൊ ഞാൻ 1000 രൂപ അങ്ങോട്ട് അച്ഛൻ തരുന്നു. എനിക്ക് നിനക്കിപ്പോ ഇതൊന്നും നന്നാക്കി തരാൻ പറ്റുവോ? നോക്കട്ടെ. അതാ ചോദിച്ചുള്ളൂ. നോക്കിയാ പോരാ. വൈകുന്നേരം കൊണ്ടുവരുമോ? വൈകുന്നേരം ആക്കണതിന് അമ്മ ഇതൊരു കടയെ കൊണ്ട് കൊടുക്കുക, അല്ലെ ഞാനൊന്ന് നോക്കുക. അതിനൊക്കെ സമയം എടുക്കൂലേ? ഇത് ഇരിക്കുന്ന കാലം കിട്ടും ആരെങ്കിലും? എനിക്ക് പാട്ട് കേൾക്കാൻ പറ്റണില്ല. ഇത്രയും നാൾ അതിനകത്ത് വെച്ച് പൂട്ടിയപ്പോ പാട്ട് കേൾക്കണ്ടായിരുന്നു നിനക്ക്. ഇപ്പൊ എങ്ങനെ തോന്നുന്നു നിനക്ക് പാട്ട് കേൾക്കാൻ? തിരക്കുവാണെങ്കിൽ അവർക്ക് അതൊക്കെ നോക്കിയിട്ടല്ലേ മറക്കാതെ കൊണ്ട് തരണേ. ഓ എന്തെങ്കിലും പറഞ്ഞു. അല്ലല്ല അവൻ നേരത്തെ ഓഫീസിലിട്ട് വരാന്ന് പറഞ്ഞു. ഓ ഇനി അങ്ങോട്ട് എന്റെ കൊച്ചു നടക്കണോ? ഞാൻ കവറിലിട്ട് തന്നോ? വേണ്ടേ. എന്താ ഉണ്ടാക്കിയത്? ഇവിടെയാ ദോശയും ചമ്മന്തി. വെള്ളച്ചമ്മന്തി അരച്ച ചമ്മന്തിയാണോ? ഇത് ചമ്മന്തി അവിടെ ഒന്നും ഉണ്ടാക്കിയില്ലേ? ഇവിടെ ഉണ്ടാക്കി. ദോശ ഉണ്ടാക്കി. ചമ്മന്തി ഉണ്ടാക്കണമെങ്കിൽ ഇനി ഒരു തേങ്ങയുള്ളൂ, അത് പൊട്ടിക്കണ്ടേ? വേണമായിരിക്കും, ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം. ഇതിപ്പോ എന്താ പരിപാടി? കണ്ടില്ല കുരുവാ. എടാ ഈ പഴയ സാധനം ഇനി നന്നാക്കൂല്ലോ. ഇത് കണ്ടം ചെയ്യേണ്ട കാലം കഴിഞ്ഞ്. എടാ എനിക്ക് പുതിയ ഒന്ന് വാങ്ങിയാ പോരെ? അതിനധികം പൈസ ഒന്നും ആവൂല. ചേട്ടാ അതുകൊണ്ടല്ല എനിക്ക് അറിഞ്ഞോടത്. പിന്നെന്താ? ഇത് അച്ഛന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് തങ്കം സൂക്ഷിക്കുന്ന ഒരു റേഡിയോ ആണ്. അപ്പൊ അതങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മളായിട്ട് ഇനി അത് ഇതാക്കണ്ടല്ലോ. ഇതിന്റെ പഴക്കം കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് എന്താ അറിയോ? അച്ഛൻ്റെ ഓർമ്മക്ക് എൻ്റെ അച്ഛൻ സൂക്ഷിച്ച സാധനമാണോ? എപ്പോഴായിരുന്നു ഇത്? എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നമ്മൾ കൊച്ചായിരിക്കുന്ന സമയത്ത് അച്ഛൻ ഇത് അവൾക്ക് കൊണ്ട് മേടിച്ചിട്ട് കൊടുത്താ. അപ്പൊ അതുകൊണ്ട് അവൾ അതിങ്ങനെ വലിയ നിധി പോലെ സൂക്ഷിക്കുന്നതാണ്. അല്ലേ നേരത്തെ എപ്പോഴും ദൂരെ കളഞ്ഞേ. ഇത് അവ ക്ലീറ്റോ കൊണ്ടുപോയതാണ് കടയിൽ. അവൻ 2 ദൂരെ കൊണ്ടുപോയിട്ട് ശരിയാവില്ലെന്ന് നമ്മൾ തിരിച്ചു കൊടുത്താ. അപ്പൊ അവൾക്കൊരു വിശ്വാസം ഞാനിത് അങ്ങ് ശരിയാക്കി കൊടുക്കുമല്ലോന്നുണ്ട്. പിന്നെ ഇതിന്റെ പണിയൊക്കെ അറിയാലോ. കളിയാക്കിയൊന്നും വേണ്ട. ഞാൻ എന്നെ പണ്ട് അവർ വിളിക്കുന്നത് ന്യൂട്ടൻ എന്നാണ്. ന്യൂട്ടൻ. എന്താണ് ശിക്കാരി ശംഭു. പെട്ടെന്ന് ശരിയാക്കി കളഞ്ഞു. കേട്ടാ? നമ്മുടെ ശരിയായി. ശരി ഞാൻ ഇപ്പൊ കൊണ്ടുവരും. ഹലോ. ശരി ശരി ശരി. ഓക്കെടാ. ശരി. ഇത് കേൾക്കുന്നില്ലല്ലോ. ഇത് എവിടെ നിന്ന് കേട്ടത്? ഫോൺ. ആസനെ കട്ടായ ഇവിടെ വെച്ചാ എന്താ അവിടെ പോയി. എനിക്ക് ഇങ്ങനത്തെ ഫോൺ ഇഷ്ടമല്ല. ഇല്ല അവിടെ ഞാൻ
മാർഗഴിയിൽ മല്ലിക പൂത്താൽ മണ്ണാർക്കാട് പൂരം മണ്ണാർക്കാട് പൂരം. നന്നാവില്ലെന്ന് പറഞ്ഞില്ലടാ. പക്ഷെ എങ്ങനെയാ ഇനി വീട്ടിൽ പോകുന്നത്? അത് നന്നായെന്ന് പറഞ്ഞു പോയി. ഇതിലെ പാട്ട് കേട്ടപ്പാ ലോക തോൽവി. നിന്റെ ഫോൺ എടുത്ത് വിടാനാ വെക്കുന്നത്?